മറ്റൊരു വിമർശനം വരുന്നത് ബുദ്ധൻ തഥാഗതൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധനെ അരണ്യകാണ്ഡത്തിലാണെന്നാണ് പറഞ്ഞെന്ന് ഓർക്കുന്നു. ശ്യാംകുമാർ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ഒരു ദളിത് എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നുണ്ട്, ബുദ്ധനെ ചോരനായി കള്ളനായി രാമൻ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിച്ചിട്ടില്ല, പക്ഷേ സ്വാമി അങ്ങനെ കണ്ടിട്ടുണ്ട് രാമായണം? അങ്ങനെ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. തഥാഗത ശബ്ദം ബുദ്ധൻ എന്നുള്ള അർത്ഥത്തിൽ രാമായണത്തിൽ വന്നിട്ടില്ല, വരില്ല. കാരണം രാമായണം അതിപ്രാചീനമാണ്, ബുദ്ധൻ പിൽക്കാലത്താണ്. ആ പ്രകൃതം എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ലാണ്ട് പറയാൻ പാടില്ല, പക്ഷേ ആ ശ്ലോകം ഞാൻ പഠിച്ചിട്ടുണ്ട്, ആരോപണ വിധേയമായ ശ്ലോകം പഠിച്ചിട്ടുണ്ട്. അപ്രകാരം പോയവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. തഥാ ഗതം എന്നുള്ളതാണ്. അത് ബുദ്ധനെ അല്ല, ആ പ്രകൃതത്തിൽ വരുന്നത്. ഇത് വിശദമായി നമ്മൾ വാൽമീകി രാമായണത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പുസ്തകം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പുസ്തകം കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. ഒരു തരത്തിലും ബുദ്ധൻ്റെ പരാമർശം വന്നിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ പ്രക്ഷിപ്തമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം എത്ര ഇപ്പോൾ മനുസ്മൃതിയിൽ ഒരു 4-3 ഭാഗം കൂട്ടിച്ചേർത്തതാണ്. രാമായണത്തിൽ എത്രയോ സർഗങ്ങൾ കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ വിദ്വാൻമാരെന്ത് ചെയ്യും വെച്ചാൽ രാമായണത്തിൽ പ്രക്ഷിപ്ത സർഗം എന്ന് പറഞ്ഞ് ചേർക്കും. അപ്പോൾ അതൊരു ബുദ്ധിപരമായ സത്യസന്ധതയാണ്, ബൗദ്ധികമായ സത്യസന്ധതയാണ്. കാരണം നമുക്ക് പൂർവികന്മാരായിട്ടുള്ളവർ കൂട്ടിച്ചേർത്തത് ഒഴിവാക്കാതെ കൂട്ടിച്ചേർത്തതാണെന്ന് പറഞ്ഞ് പഠിക്കും. ഇത് കൂട്ടിച്ചേർത്തത് വാൽമീകി എഴുതിയതല്ല. പ്രക്ഷിപ്ത സർഗങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30-നടുത്ത് പ്രക്ഷിപ്ത സർഗങ്ങൾ വാൽമീകി രാമായണത്തിലുണ്ട്. 30-നടുത്ത്. അതിൽ കുറേ രസകരമായതുണ്ട്, മഹാബദ്ധം പിടിച്ചതുണ്ട്. അപ്പോൾ അത് പ്രക്ഷിപ്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് ഒരു ഗ്രന്ഥത്തിൻ്റെ താല്പര്യം നിർണ്ണയിക്കുന്നത് ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി, ഈ ലിംഗങ്ങളെ കൊണ്ടാണ്. ഈ ഷഡ്ലിംഗങ്ങളെ വെച്ചിട്ട് ചേരാത്തത് പ്രക്ഷിപ്താന്ന് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാവും. അതെ, ഉപക്രമത്തിൽ ഉപസംഹരിക്കണം, ആ പറഞ്ഞ കാര്യം ഇടയ്ക്കിടയ്ക്ക് അഭ്യസിക്കണം, അപൂർവമായിട്ട് എന്തെങ്കിലും ചിലതെങ്കിലും പറയണം, ആ പറയുന്ന മുഖ്യതന്തുവിൻ്റെ ഫലം പറയണം, കഥകളുടെ സഹായത്തോടു കൂടി ജനസാമാന്യത്തിന് മനസ്സിലാക്കാനുള്ള ആശയങ്ങൾ വേണം. അത് കഥകളായിരിക്കും, വെറും കഥകൾ. പിന്നെ യുക്തി സമർത്ഥനം വേണം. ഇത്രയും ഘടകങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ഒരു ഗ്രന്ഥത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ തന്തുവിന് യോജിക്കാത്ത ഭാഗങ്ങൾ ധാരാളമുണ്ട്. എന്തിന് ശങ്കരഭാഷ്യങ്ങളിൽ പ്രക്ഷിപ്തമുണ്ട്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുണ്ട്, വിമർശനങ്ങളുണ്ടാവും. അപ്പോൾ രാമായണം വിമർശിക്കപ്പെടുമ്പോൾ വളരെ അസഹിഷ്ണുതയോടുകൂടി അങ്ങനെ വിമർശിക്കാൻ പാടില്ല, അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ഈ ജനാധിപത്യ കാലത്ത് സ്വീകാര്യമാണ്? കാരണം രാമായണത്തിൽ ഒരുപാട് രാമായണം, മാപ്പിള രാമായണം ഉണ്ടായിട്ടുണ്ട്, കമ്പരാമായണം ഉണ്ടായിട്ടുണ്ട്, തായ്ലാൻഡിലും ഒക്കെ രാമായണമുണ്ട്, അതൊക്കെ സ്വീകാര്യവുമാണ്. അത്തരം രാമായണങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ രാമായണത്തെക്കുറിച്ച് മറ്റൊരു ഭാഷ്യം ആരെങ്കിലും പറയുമ്പോൾ അതിനെതിരെ ഉള്ള ഈ വാളെടുക്കൽ എത്രത്തോളം? ഇവിടെ ഒരു ഗ്രന്ഥം വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷമാണ്. കാരണം അതതിൻ്റെ സജീവതയെ കാണിക്കുന്നതാണ്. ഈ ചുമരിനെ നമ്മളാരും വിമർശിക്കാറില്ല, ഈ ചുമരിനെ നമ്മളാരും കുറ്റം പറയാറില്ല. കാരണം അത് നിർജീവമാണ്. സജീവമായ ഒന്നിനെ മാത്രമേ സമൂഹത്തിൽ വിമർശിക്കൂ. ഇപ്പോൾ വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് 1000 ആണ്ട് കഴിഞ്ഞിട്ടും അത് സജീവമായി നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അത് സന്തോഷകരമാണ്. ഇനി ഏതൊരു ഗ്രന്ഥത്തെ, അത് സാഹിത്യമായാലും അത് പ്രാചീനമെന്നോ നവീനമെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു സാഹിത്യകൃതി, ഏതൊരു ശാസ്ത്രീയ കൃതി, ഏതൊരു കവിത, നോവൽ, എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മൾ വിമർശിക്കണമെങ്കിൽ അതിനെ പഠിക്കണം. ഒരു ഫുട്ബോൾ കളിയിൽ റഫറിയായി നിൽക്കണമെങ്കിൽ കളിക്കാരനേക്കാൾ കളിയെക്കുറിച്ച് അറിയണം. അത് ഏത് കളിയായാലും, ക്രിക്കറ്റ് ആയാലും കൊള്ളാം, ഫുട്ബോൾ ആയാലും കൊള്ളാം, കളിക്കാരനേക്കാൾ കളിയെക്കുറിച്ച് അറിയുന്ന ആൾക്കേ റഫറി ആവാൻ പറ്റൂ. ഒരു സാഹിത്യ നിരൂപകനാവണമെങ്കിൽ, സാഹിത്യ വിമർശകനാവണമെങ്കിൽ ആ സാഹിത്യ ശാഖയിൽ അദ്വിതീയമായ അറിവ് വേണം, പ്രാമാണികമായ ജ്ഞാനം വേണം. ഈ പ്രാമാണികമായ ജ്ഞാനം നേടി അതിനനുസരിച്ച് ആര് വിമർശിക്കുന്നതും വളരെ സന്തോഷകരമാണ്. നമ്മളതിനെ സ്വാഗതം ചെയ്യും. പ്രാമാണികമായി പഠിക്കാതെ അവിടുന്ന് ഇവിടുന്ന് ഉദ്ധരണികൾ എടുത്ത് അപ്പുറവും ഇപ്പുറവും ഘടിപ്പിക്കാതെ പറഞ്ഞാൽ സ്വയം അപഹാസ്യരാകുകയുള്ളൂ. അത് നമ്മളോട്ട് മറുപടി പറയുകയില്ല. കാരണം അസമ്പ്രദായവിത് മൂർഖവത് ഉപേക്ഷണീയ എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്.
സമ്പ്രദായത്തിനനുസരിച്ച് പഠിച്ചിട്ടുള്ള ആൾ വിമർശിച്ചാൽ നീ മറുപടി പറയണം. അല്ലാത്ത ആൾ ഒരു മൂഢൻ വഴിയിൽ നിന്ന് ജൽപ്പനം ചെയ്യുമ്പോൾ നമ്മളാരും മറുപടി പറയാറില്ല. മറുപടി പറഞ്ഞ് അയാളെ വലിയ ആളാക്കാൻ മറുപടിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് ശരിയല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അയാളുടെ ദൃഷ്ടിയിൽ അത് ശരിയാണ്. അയാളുടെ ദൃഷ്ടിയിൽ അത് ശരിയാണ്. പക്ഷെ അയാൾക്ക് ദൃഷ്ടി കൈവന്നിട്ടുണ്ടോ എന്ന് അയാൾ സ്വയം നിരൂപണം ചെയ്യണം. ഇപ്പം എനിക്ക് ജർമ്മൻ ഭാഷ അറിയില്ല. ജർമ്മൻ ഭാഷയിലുള്ള ഏതെങ്കിലും ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അറബിയിലുള്ളൊരു കൃതി, എനിക്ക് അറബി അറിയില്ല, അറബിയിലുള്ളൊരു കൃതി ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എനിക്ക് പഠിക്കാം. പക്ഷേ അതുകൊണ്ട് അതിനെ വിമർശിക്കാൻ ഞാൻ യോഗ്യനല്ല. കാരണം എനിക്ക് മൂലഭാഷ അറിയില്ല. മൂലഭാഷയിലുള്ള പദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ എത്രമാത്രം നീതിയുക്തമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല ആ വിഷയം, അറിവുള്ളവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും. അങ്ങനെയാണ് ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ചെയ്യണത്. സംസ്കൃതം പഠിച്ച ആളുകളാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. സംസ്കൃത അധ്യാപകനായിട്ടുള്ള ആളുകൾ അധ്യാപകരെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദോഷമില്ല, അവർ വിമർശിക്കട്ടെ.